കൂട്ടരെ, നിങ്ങളെല്ലാവരെയും ഞാനിപ്പോഴൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ പോകുന്നു. എല്ലാ വർഷവും പോലെ ഈ വർഷവും ഇന്റർസിറ്റി ഗോകാർട്ട് റേസ് ആരംഭിക്കുന്നു. വേദാനഗരത്തിൽ നിന്ന് പങ്കെടുക്കുന്ന ആളിന് സുഖമില്ല, ഭയങ്കര വയറിളക്ക് മാത്രം. 2 ദിവസമുള്ളത് കൊണ്ട് മാത്രം വേദാനഗരത്തിൽ നിന്ന് ആരും പങ്കെടുക്കാൻ മുതിരുന്നുമില്ല. ഒരു കാര്യത്തിൽ ദുഃഖമുണ്ട്, വേദാനഗരത്തിലാണ് കോമ്പറ്റീഷൻ നടക്കുന്നത്. പക്ഷെ ഇവിടെയാണെങ്കിലോ ഒരുത്തനൊട്ട് ഇല്ലതാൻ. ഇത്തവണ വേദാനഗരം പാർട്ടിസിപ്പേറ്റ് ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. ഇത് നമ്മുടെ നഗരത്തിന്റെ അഭിമാന പ്രശ്നമാണ്. നമ്മുടെ നഗരത്തിന് നാണക്കേട് ഉണ്ടാക്കാൻ എനിക്ക് സമ്മതമല്ല. ഈ ആദിക്ക് എന്താ പറ്റിയേ? ഗോകാർട്ടിനെ കുറിച്ച് ഇവന് എന്താ അറിയാം? കൊള്ളാലോ. എന്താ നീ ഗോകാർട്ട് റേസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നീ വളരെ പ്രായം കുറഞ്ഞവനല്ലേ? എങ്കിലും ഈ മത്സരത്തിൽ പ്രായ വ്യത്യാസമൊന്നുമില്ല. അത് നിന്റെ പേരെന്താ? ശിവ. നമ്മുടെ ഈ റേസിൽ പങ്കെടുക്കാൻ പോകുന്നത് ശിവയാണ്. ശിവ, ദേ ആ നിൽക്കുന്നതാണ് ശിവ. ഓ നോ, അത് പിന്നെ ഞാൻ. Okay, okay. I will participate. അടിപൊളി. ശിവ. വെരി ഗുഡ് ശിവ, നിന്റെ ധൈര്യത്തെ ഞാൻ പ്രശംസിക്കുന്നു. കൂട്ടുകാരെ, വെൽക്കം ശിവ ഇൻ ദിസ് കോമ്പറ്റീഷൻ. പങ്കെടുക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. ഞങ്ങൾ എല്ലാവർക്കും ഗോകാർട്ട് നൽകുന്നതായിരിക്കും. പിന്നെ ഈ ഗ്രൗണ്ടിലുള്ള 4 ഭാഗത്തും പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും പ്രത്യേക ഗ്യാരേജും നൽകും. അവിടെ നിങ്ങൾക്ക് ഗോകാർട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്യാം. കാരണം നിങ്ങളുടെ ഗോകാർട്ട് മറ്റുള്ളവരെക്കാളും സ്പീഡുമായിരിക്കണം. പക്ഷെ ഒരു കാര്യം, മറ്റുള്ളവരെ ശല്യം ചെയ്യുന്ന രീതിയിൽ ഗോകാർട്ടിൽ ഒന്നും പിടിപ്പിക്കാൻ പാടില്ല. ഉടനെ റേസ് തുടങ്ങും. എന്നാ പിന്നെ ഓൾ ദി ബെസ്റ്റ്. എന്തായി കാണുന്ന അടിപൊളിയായിട്ടുണ്ടല്ലോ. വേദാ സിറ്റിയുടെ പേരിനോട് തിളക്കം കിട്ടല്ലോ. വളരെ നന്നായിട്ടുണ്ട് ശിവ. എനിക്ക് നല്ല വിശ്വാസമുണ്ട് നീ തന്നെ ഇതിൽ ജയിക്കുമെന്ന്. ഈ വേദാ സിറ്റി സ്കൂളിൽ പഠിക്കുന്ന ചെക്കൻ എന്തൊക്കെ കുന്ത്രാണ്ടോ ഒപ്പിക്കുന്നേ. അവൻ നിസ്സാരനാണെന്ന് വിചാരിക്കണ്ട. ഓട്ടക്കത്തെ സൈക്കിൾ ചവിട്ടാവൻ. സൈക്കിൾ ചാമ്പ്യൻ അവൻ ആയിക്കോട്ടെ. കാർട്ട് റേസിൽ എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല. ഞാൻ തന്നെയാണ് എന്നും ചാമ്പ്യൻ. എന്നെ തോൽപ്പിക്കാൻ ഇന്ന് വരെ ആരും ജനിച്ചിട്ടില്ല, ഇനി ആരും ജനിക്കുകയില്ല. ഡാനി, അവൻ നിസ്സാരനൊന്നുമല്ല. സൈക്കിളിൽ മാത്രമല്ല, മറ്റു പല കാര്യങ്ങളിൽ കേമനാണ് അവൻ. അതൊക്കെ റേസിംഗ് ട്രാക്കിൽ വെച്ച് കാണാൻ മോനെ. ശിവ, എല്ലാം തയ്യാറായിരിക്കുന്നു. ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി. ഞാൻ 1 മിനിറ്റിനകം ഇപ്പൊ തന്നെ വരാം. ആ, എല്ലാം റെഡിയാണെങ്കിൽ ഞാൻ തന്നെ ആദ്യം ഒരു ടെസ്റ്റ് ഡ്രൈവ് നടത്തട്ടെ. ഓ, ലഡു സിംഗ് സാർ ഒന്ന് നിൽക്കൂ. ഞാനിതാ വരുന്നു ശിവ. ഒരു റൗണ്ട് ഒന്ന് പോയിട്ട് വരട്ടെ. ഓ നോ, അതിൽ ബ്രേക്കും കൂടി പിടിപ്പിക്കാനുണ്ടായിരുന്നു. വാവ്. ഇതെന്താ വണ്ടി നിൽക്കാത്തത്? നിർത്ത്, ആരെങ്കിലും നിർത്ത്. ശിവ, വണ്ടി ഒന്ന് നിർത്താൻ നോക്ക്. ഇത് നിൽക്കുന്നില്ല. രക്ഷിക്കണേ ശിവ, എന്നെ രക്ഷിക്കണേ ഓ, ഓ. ശിവ. ഇതെന്താ വണ്ടി നിൽക്കാത്തത്? എന്റെ കാര്യത്ത് പോക്കാണല്ലോ. ഈ വണ്ടി നിർത്താൻ അത് കണ്ടോ, വേദാ നഗരത്തിൽ ആ ചെക്കൻ കാർട്ട് എങ്ങനെ റെഡിയാക്കിയിരിക്കുന്നെന്ന്. രക്ഷിക്കലേ, ഇതൊന്ന് നിർത്തണേ. സോറി ലഡു സിംഗ് സാർ, അതില് ബ്രേക്കും കൂടി പിടിപ്പിക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോഴേക്കാണ് നിങ്ങൾ വണ്ടി എടുത്തോണ്ട് പോയത്. ഹായ്. എങ്ങനെയുണ്ട് ശിവ? നിന്റെ തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെ പോകുന്നു? നോക്കൂ സർ, എന്റെ കാറിന്റെ ഫംഗ്ഷൻ ഞാനിപ്പോ കാണിച്ചു തരാം.
ശിവ. അത്ഭുതം തന്നെ ശിവ. ഐ ആം പ്രൗഡ് ഓഫ് യു. ഇങ്ങനത്തെ പരിപാടി ഇവൻ എവിടുന്ന ഒപ്പിച്ചു കിട്ടിയത്? നമ്മുടെ കാർട്ടിൽ ഇതുപോലത്തെ അഡ്വാൻസ് ടെക്നിക്ക് ഇല്ലല്ലോ. നോക്കിയേ, ഈ ചെക്കന്റെ കാർഡ്സ് ഒരിക്കലും ട്രാക്കിൽ എത്താനേ പാടില്ല. മോനെ ശിവ, ബെസ്റ്റ് ഓഫ് ലക്ക്. വളരെ ശ്രദ്ധിച്ച് നീ റേസ് ജയിക്കണം കേട്ടോ. താങ്ക് യു മുത്തശ്ശി. ഞാൻ പുതിയൊരു രാഗമുണ്ടാക്കിയിട്ടുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ നിനക്ക് നല്ല എനർജി ഉണ്ടാവും. അതുകൊണ്ട് നീ ആ റേസിൽ വിജയിക്കുകയും ചെയ്യും. അക്കാര്യം തീർച്ചയാ. എന്താ ഇവിടെ നടക്കുന്നത്? ഇന്ന് തൊട്ട് പാട്ടും ബഹളൊന്നും ഇവിടെ പാടില്ല. ഇത് എവിടുത്തെ ന്യായമാ? മനുഷ്യൻ അയാളുടെ വീട്ടിലിരുന്ന് പാടാനും പറ്റില്ലേ? നിങ്ങളാരാ? ഇവിടുത്തെ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് ആണല്ലോ. കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. ദാ ഈ ബോർഡ് കണ്ടോ? ഞാൻ ഈ നഗരത്തിലെ പുതിയ പോലീസ് ഇൻസ്പെക്ടറാണ്. എന്നെ സ്പെഷ്യലായിട്ട് നോയ്സ് പൊല്യൂഷൻ വന്ന് ജനങ്ങളെ ശല്യം ചെയ്യുന്നവരെ തടയാൻ വേണ്ടി അപ്പോയിന്റ് ചെയ്തിരിക്കാണ്. മുത്തശ്ശ, ഇത് ഭീംസിംഗ് ആണ്. ആ സോറി ഇൻസ്പെക്ടർ. ഇരുന്നാട്ടെ. ചായ വല്ലതൊക്കെ കുടിക്കാൻ തരാം കേട്ടോ. ആ ശിവ, ഓൾ ദ ബെസ്റ്റ്. നീ പോയിട്ട് വാ. ഞാൻ ഈ ഇൻസ്പെക്ടർ ഭീംസിംഗിന് എന്റെ പുതിയ രാഗങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം. ബൈ മുത്തശ്ശ. ബൈ മുത്തശ്ശി. ബായ് മോനെ, വളരെ ശ്രദ്ധിച്ച് ഓടിക്കണേ. ശിവ, നീ വേഗം ഒന്ന് തിരിഞ്ഞു നോക്ക്. അവര് നിന്റെ ഗോക്കോട്ട് എടുത്തോണ്ട് പോവുകയാണ്. ഡാനി, നീ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. ആ ചെറുക്കന്റെ കോക്കാട്ട് ഞങ്ങൾ മോഷ്ടിച്ചിരിക്കുന്നു. അവൻ ഞമ്മടെ പുറകെ വന്നോണ്ടിരിക്കുകയാണ്. വളരെ നന്നായി. പക്ഷെ ആ കുട്ടി മഹാകേമനാണ്. സൂക്ഷിക്കുക. നിങ്ങൾ രണ്ടുപേരും മതിയാവുന്ന തോന്നുന്നില്ല. വേണമെങ്കിൽ കുറച്ച് ഗുണ്ടകളെ കൂടെ നിങ്ങൾ വിളിച്ചോളൂ. അവൻ നമ്മളെ പിടിക്കാണ്ടിരിക്കാനുള്ള എല്ലാ വഴി നമ്മളെ നോക്കിക്കോളാം. ഞാൻ പറയുന്ന കേക്ക്. എല്ലാവരും പെട്ടെന്ന് തന്നെ നമ്മുടെ ബിൽഡിങ്ങിലേക്ക് വാ. ഒരു കുട്ടി സൈക്കിൾ ഓടിച്ച് നമ്മുടെ പുറകെ തന്നെ വരുന്നുണ്ട്. അവനെ ശരിക്കൊരു പാഠം പഠിപ്പിക്കണം. എന്തെങ്കിലും ചെയ്യ്.
അങ്കിൾ നിങ്ങൾ എന്റെ ഗോകാർഡ് മോഷ്ടിച്ചോണ്ട് വന്നിരിക്കുകയാണ്. ഇന്ന് എന്റെ റേസാണ്. മര്യാദയ്ക്ക് അത് തിരിച്ചു താ. കുട്ടി നിന്റെ ഗോക്കാട്ടുന്നല്ല, എന്തായാലും നീ അകത്തേക്ക് വന്നു. ഇനി ഞങ്ങള് നിന്നെ പുറത്തേക്ക് വിടില്ല കുട്ടി. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. അവനെവിടെയാ? കാണുന്നില്ലല്ലോ. എന്താണത്? അപ്പൊ എല്ലാവരും റെഡിയല്ലേ? വേദാസിറ്റിയുടെ പാർട്ടിസിപ്പന്റ് ആ ശിവയെ ഇതുവരെ കണ്ടില്ലല്ലോ. കുറച്ച് സമയം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അല്ല സാറേ, റേസിംഗ് എപ്പോഴും ടൈമിങ്ങിന് തന്നെയല്ലേ തുടങ്ങേണ്ടത്? ശിവ ഇവിടെ എത്തിയില്ലെന്ന് കരുതി ഇങ്ങനെ മാറ്റി പറയുന്നത് അത്ര ശരിയല്ല. You are right. Rules are rules. ആ ഒരു പ്രധാന കാര്യം, ഗ്രൗണ്ടിലൂടെ 3 പ്രാവശ്യം ചുറ്റണം. 3ാമത്തെ റൗണ്ടാണ് ഫൈനൽ ആവുന്നത്. വെൽഡൻ എന്തായാലും അവൻ ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല. On your march. Get set and go. Hey guys, ശിവയെ തടയൂ. ഞാനൊരു ഉഗ്രം പാർട്ടി റേസ് കഴിഞ്ഞാൽ തരാം. ഡോണ്ട് വറി ഡാനി, ഞാൻ എന്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവര് ശിവയെ ജയിപ്പിക്കാൻ സമ്മതിക്കില്ലെന്ന്. ആഹാ. നിന്റെ അടുത്ത് ഒരു അറ്റാച്ച്മെന്റ് ഉള്ള കാര്യം ഞാൻ മറന്നുപോയല്ലോ. പക്ഷേ ഇതിൽ നിന്ന് നിനക്ക് രക്ഷയില്ല. ശിവയുടെ ആ കാറ്റ് മുമ്പിൽ വരുന്നത് തടയാൻ നോക്കും മണ്ടന്മാരെ.
ഇത് വല്ലാത്ത അതിശയാണല്ലോ. അവനെ തടയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡാനി. ഓ ഈ ശിവ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. അല്ല ഇത് ഗോകാട്ടാണോ അതോ ഫ്ലൈയിങ് കാട്ടാണോ? ഡാനി ഇവനെ തടയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാ. ഒരു ബുദ്ധിമുട്ടില്ല, ഞാൻ അവനെ തടയാൻ പോവാ. അവനെ ജയിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇന്ന പിടിച്ചോ. നിന്റെ പണി കഴിഞ്ഞു. രവ, ഈ ഡാഡി എന്റെ കാറിന്റെ ബാറ്ററി ഡാമേജ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് നേരം എന്റെ കാറ്റ് പോവില്ല. ശിവ, അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ പറയുന്നത് പോലെ ചെയ്യാം. സ്പെയർ ബാറ്ററി എന്റെ സൈക്കിളുമായി കൂട്ടിക്കെട്ട്. ഞാൻ കുറച്ച് സമയത്തിനുള്ളിൽ അവിടെ എത്തും. ഇത് ലാസ്റ്റ് റൗണ്ടാ. ഓക്കേ ശിവ. എന്താ പറ്റിയത് രേവാ? ലഡു സിംഗ് സർ, ശിവയുടെ ഗോകാർട്ടിന്റെ ബാറ്ററി അവരൊക്കെ ചീത്തയാക്കി. ശിവയുടെ അടുത്തേക്ക് ഈ സ്പെയർ ബാറ്ററി എത്തിക്കണം. ശിവ ഇപ്പൊ തന്നെ വരും. ഓഹോ, നീ ഇതിനു വേണ്ടി വിഷമിക്കരുത് രേവാ. ഞാൻ ശിവയുടെ അടുത്ത് ബാറ്ററി എത്തിച്ചോളാം. ഏയ് ഹാ, ഹാ, ഹാ. ഏയ് ഹാ, ഹാ, ഹാ. ശിവ, നീ വണ്ടിയുടെ സ്പീഡ് ഒന്ന് കുറയ്ക്കേ. ഞാൻ പുറകെ തന്നെ സൈക്കിൾ ഓട്ടിട്ടാണ് വരുന്നേ. ലഡു സിംഗ് സർ, എന്താ ഈ ചെയ്തത്? ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. സോറി. ആരെങ്കിലും വേഗം എന്തെങ്കിലും ചെയ്യണം. എന്റെ കാല് സൈക്കിളിന്റെ പെടലിൽ കുടുങ്ങിയിരിക്കാണ്. എന്റെ കാലേ വിടുന്നില്ല. രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ ശിവ. എന്റെ ഡാനി തോൽവി സമ്മതിച്ചേ പറ്റൂ. നമ്മൾ എന്തെല്ലാം ചെയ്തു എന്നിട്ട് അവനൊന്നും പറ്റിയില്ലല്ലോ. ഈ ഡാനി ഒരിക്കലും തോൽവി സമ്മതിക്കില്ല. ഇതായിപ്പോൾ ആനുവൽ ഗോകാർട്ട് മത്സരത്തിൽ നമ്മുടെ വേദാ നഗരത്തിലെ ശിവയാണ് ജയിച്ചിരിക്കുന്നത്. 3 വർഷം ജയിച്ച ഡാനിയെ ശിവ ഇന്ന് തോൽപ്പിച്ചിരിക്കുന്നു. ശിവ സ്റ്റേജിൽ വന്ന് ട്രോഫി മേടിച്ചുകൊണ്ട് പോയിക്കോളൂ.